ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലെ അഭിമാനശീലരും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വിശ്രമമില്ലാതെ ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ മകീരം നക്ഷത്രക്കാർ. ഇടവം രാശിയിലാണെങ്കിൽ 30 നാഴികയും മിഥുനം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ മകീരം നക്ഷത്രം. അതിൽ ഇടവം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഈ ജൂലൈ മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഇടവം രാശിയിൽ ജനിച്ച ഈ മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും സുഖസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യവും അഷ്ടമത്തിലേക്കും ജന്മരാശിയിലേക്കും ശനീശ്വരൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. ജന്മരാശിയിലാണെങ്കിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സമാധാനക്കുറവിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ. എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെയും ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും അനുകൂലസ്ഥിതി മൂലം പഠനത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും മനസ്സന്തോഷത്തിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികളിൽ. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രേയസ്സിന് സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ 11ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയുടേതായ അനുകൂല സ്ഥിതിയും മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. മിഥുനം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ടും 6ാം ഭാവനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും അഷ്ടമാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ
കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും ജ്ഞാനകാരകനും സർവീശ്വരകാരകനുമായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.